Good afternoon. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? എത്ര പോയിന്റ്സ് പറഞ്ഞിരുന്നു? സെക്കൻഡ് പോയിന്റ് വരെ കംപ്ലീറ്റ് ആണ് അല്ലെ? ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് വരെ കംപ്ലീറ്റ് അല്ലേ? ഇനി തേർഡ് പോയിന്റ് ഓടിയല്ലേ എടുക്കാനുള്ളത്? ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് വരെ പിന്നെയും മിസ് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. തേർഡ് വൺ തുടങ്ങിയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പൊ തേർഡ് പോയിന്റ് ഇപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ തേർഡ് പോയിന്റിലും ഇത് തന്നെയാണ് പറയുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആർ എ സൈൻ ഓഫ് how the patient has recognized the other qualitative aspect of care and can be used as a substitute measure of those aspects. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു patient satisfaction എന്ന് പറയുന്നത് has recognized the other qualitative, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ആശയങ്ങളും അല്ലെങ്കിൽ ആ വശങ്ങളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പേഷ്യന്റ് എന്ത് ചെയ്യുന്നു, ആ ഒരു പരിചരണത്തിന്റെ മറ്റ് ഗുണപരമായിട്ടുള്ള മറ്റു വശങ്ങളെയും കൂടി ഒരു രോഗി എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതിനെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നോൺ ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും ക്ലിനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും മെഡിക്കൽ പരമായിട്ടുള്ളത് മാത്രമല്ല ഇവിടെ അവർ തിരിച്ചറിയുന്നത്, അല്ലാതെ നോൺ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലും എത്രത്തോളം ക്വാളിറ്റി ഉള്ള പരിചരണം അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ള പ്രവർത്തനങ്ങളാണ് ആ ഒരു സ്ഥാപനം തരുന്നത്, അത് തിരിച്ചറിയുക കൂടെയാണ് ശരിക്കും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഒരു മെഡിക്കൽ പരമായിട്ടുള്ള ടേംസ് മാത്രം കണക്റ്റഡ് അല്ല, നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ അങ്ങനെ ഒരു രോഗി എത്ര നല്ല ക്വാളിറ്റി അതിനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then be used as a substitute measure of those aspects. അപ്പൊ ഇങ്ങനെയുള്ള വശങ്ങളിലെല്ലാം ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മെഷർ ആയിട്ട് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉപയോഗിക്കാനും പറ്റും. Then fourth പോയിന്റിൽ പറയുന്നത് patient satisfaction is a requirement for attaining the goals of health care since it influences a patient decision to follow prescribed treatment and seek professional health care in future. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അതുമായി ബന്ധപ്പെട്ട നമുക്കൊരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ആ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുന്നതിനൊരു ആവശ്യകതയാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ തിരിച്ചറിയാന്നുള്ളത്. കാരണം പേഷ്യൻസിന്റെ ഇപ്പൊ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇപ്പൊ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പേഷ്യന്റ് ഡിസിഷൻ ടു ഫോളോ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽത്ത് കെയർ ഇൻ ഫ്യൂച്ചർ. അപ്പൊ പേഷ്യൻസിന്റെ സംതൃപ്തി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യൻസ് നല്ല സംതൃപ്തരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ അവരുടെ സർവീസിലും മറ്റു കാര്യങ്ങളിലും എല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഭാവിയിലേക്കും നമുക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലോ ട്രീറ്റ്മെന്റുകൾ വേണ്ടി വന്നാലോ നമ്മൾ സെയിം ഹോസ്പിറ്റലിലേക്ക് തിരികെ പോവോ? അതേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? അതേപോലെ ഇനി ഇവര് അതായത് ഭാവിയിലേക്ക് ഇവർ ഈ ഒരു അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയും അവര് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ തീരുമാനമെടുക്കുമോ, ഈ ഹോസ്പിറ്റലിനെ തന്നെ അവർ സെലക്ട് ചെയ്യുമോ, തിരികെ വരുമോ എന്നൊക്കെ നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ലേ? കാരണം നല്ല സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം നല്ലൊരു ഹെൽത്ത് കെയറിന്റെ അപ്പൊ ആ ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു ഗോള് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം അല്ലെ? ഇവിടെയും ലക്ഷ്യം അത് തന്നെയാണ്. അത്തരം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ പേഷ്യൻസിന്റെ സംതൃപ്തി മനസ്സിലാക്കാനും ഇവര് ഭാവിയിലും ഈ ഒരു സർവീസും കെയറോടെ ഒരു ട്രീറ്റ്മെന്റോടെ നമ്മുടെ ഇതേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ
എടുക്കുമോ, അതിനുള്ള തീരുമാനം ഇവരെടുക്കാൻ സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ പേഷ്യൻസ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ ദേ ഗെറ്റ് as they pay attention to all components of care. അപ്പൊ നമുക്കറിയാം പേഷ്യൻസ് അവിടെ കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു ഓൾ കമ്പോണൻസ് ഓഫ് കെയർ, പരിചരണത്തിന്റെ മറ്റെല്ലാ വശങ്ങളും അവര് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അല്ലെ. സയൻസ് ഓഫ് മെഡിസിൻ, അതായത് ഏത് തരത്തിലുള്ള വൈദ്യശാസ്ത്രമാണ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ നമ്മള്, കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മൾ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോപ്പതി എന്നതിലേക്ക് പല പല ഡിവിഷനിലേക്ക് തിരിഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദ ആർട്ട് ഓഫ് കെയർ, ആ ഒരു പരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരം, ആ ഒരു പരിചരണത്തിന്റെ കല എത്ര നന്നായിട്ട് നമ്മൾ അതിന് പരിചരിക്കുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ശ്രദ്ധിക്കാറുണ്ടോ? ആൻഡ് ദ അമ്യൂണിറ്റീസ് ഓഫ് കെയർ, നമുക്ക് പരിചരണം അല്ലെങ്കിൽ കെയർ തരുന്നതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ അവിടെ ഉണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. അപ്പൊ ഇത്തരത്തില് ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘടകങ്ങളെ ഇതിൽ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഒരു പേഷ്യൻസ് ആ ഒരു അവരുടെ സംതൃപ്തി അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ അത്? മനസ്സിലായോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? അപ്പൊ അവിടെ എപ്പോഴും ഒരു ഹെൽത്ത് കെയറിന്റെ ഗോൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവർ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അതിനനുസരിച്ച് എത്ര പേഷ്യൻസ് ഭാവിയിലേക്കും ഇതേ സർവീസും ട്രീറ്റ്മെന്റും ഒക്കെ നമ്മുടെ ഇവിടെയോട് ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ അത്തരത്തിൽ തീരുമാനം എടുക്കാൻ പോകുന്ന പേഷ്യൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ വിലയിരുത്തുമ്പോൾ അവർ ഒരുപാട് കമ്പോണൻസ് അതിനുള്ളിൽ ശ്രദ്ധ കൊടുത്തിട്ടാണ് ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറിനെ വിലയിരുത്തുന്നത്. അതില് സയൻസ് ഓഫ് മെഡിസിൻ ഏത് തരത്തിലുള്ള വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്, അവിടെ ആ ഒരു പരിചരണത്തിന്റെ കല എത്ര നന്നായിട്ട് അവർക്ക് പരിചരണം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവർ ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ വിലയിരുത്തുന്നത്. ഓക്കെ അല്ലേ? Then fifth point, hospital satisfaction questionnaire ask the respondents general questions in connection with reception or administration, hospital cleanliness, signage, hospital food, etc. അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ ചോദ്യാവലി നൽകാറുണ്ട് അല്ലെ. സോ അത്തരത്തിലൊരു ചോദ്യാവലി ക്വസ്റ്റ്യനെയറിൽ എന്തൊക്കെ കാരണങ്ങളുമായി അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക നോക്കിയേ. റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത് റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഹോസ്പിറ്റലിന്റെ ക്ലീനിനെസ് വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിലെ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ഒരുപാട് വശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലിയിൽ ഉണ്ടായിരിക്കുക. Patient satisfaction survey is important from the view of improvement of good quality of services and to achieve the maximum satisfaction of the inpatient. അപ്പൊ നമുക്ക് ഇങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനും അതിൽ നമുക്ക് മെച്ചപ്പെടുത്തൽ നടത്താനും പറ്റും. അതിലൂടെ ഇൻപേഷ്യൻസ് വരുന്ന ഓരോ ഇൻപേഷ്യൻസിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അവർക്ക് നേടിക്കൊടുക്കുക എന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. 3, 4, 5 പോയിന്റ്സ് കേട്ടോ. ആ 3 പോയിന്റ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. അതൊക്കെ ഒന്ന് ജനറൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. അല്ലെ? ആരോഗ്യ പരിചരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് ആയിരിക്കും, അല്ലെ? രോഗിയെ കേന്ദ്രീകൃതമായിട്ടായിരിക്കണം, അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകൃതമായിട്ടായിരിക്കണം. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പേഷ്യന്റ് സെൻട്രിക് അല്ലെങ്കിൽ രോഗി കേന്ദ്രീകൃതമായിട്ടായിരിക്കണം. അടിസ്ഥാനപരമായിട്ട് അതൊരു രോഗി കേന്ദ്രീകൃതമായിട്ടായിരിക്കണം ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റൽ ഫംഗ്ഷനിങ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു നിർണായക ഘടകം എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്, പേഷ്യൻസിന്റെ സംതൃപ്തിയാണ്. മൂന്നാമത്തത്, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ദ കണ്ടെയ്ൻമെന്റ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഏതൊരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി തന്നെയാണ്. നാലാമത്തത്, നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് but also positive outcome for the staff, the community and healthcare organization. ഒരിക്കലും പേഷ്യൻസിനും ഫാമിലിക്കും മാത്രം കെയറും സാറ്റിസ്ഫാക്ഷനും കൊടുത്താൽ മാത്രം പോരാ, അത് കൂടാതെ അവിടുത്തെ സ്റ്റാഫുകൾക്കും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റിക്കും ഹെൽത്ത് ഓർഗനൈസേഷൻസിനും ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫലം കിട്ടിയിരിക്കണം. Then അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്, patient satisfaction relies on workers' motivation, dedication and duty towards the patient. അപ്പോൾ patient satisfaction എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വർക്കേഴ്സിന് എത്രത്തോളം വർക്കേഴ്സ് അവരുടെ ഡ്യൂട്ടിയിൽ മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്, എത്രത്തോളം ഡെഡിക്കേഷനിലൂടെ അവർ ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, പേഷ്യൻസിനോടുള്ള കടമകളും ചുമതലകളും നിർവഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം ആശ്രയിച്ചാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലനിൽക്കുന്നത്. അപ്പൊ 5 ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക്. എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല്? അടിസ്ഥാനപരമായി രോഗി കേന്ദ്രീകൃതമാണ്. രണ്ടാമത്തത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ നിർണായക ഘടകമാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗികളുടെ സംതൃപ്തി എന്ന് പറയുന്നത്. മൂന്നാമത്, ഏതൊരു ഹോസ്പിറ്റലിന്റെയും അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യമാണ് അവരുടെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി. നാലാമത്തത്, പേഷ്യൻസിനെയും ഫാമിലിയെയും മാത്രം സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കം ഫോർ അവരുടെ സ്റ്റാഫുകൾക്കും കമ്മ്യൂണിറ്റിക്കും അതുപോലെ ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം കൂടി ഇതിലൂടെ കിട്ടണം. അഞ്ചാമത്തത് പറയുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലൈസ് ഓൺ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? അവിടെയുള്ള വർക്കേഴ്സിന്റെ പ്രചോദനം, മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു പേഷ്യൻസിനോടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകള് ചെയ്യുന്നുണ്ട് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് പേഷ്യൻസിന്റെ സംതൃപ്തി നിലനിൽക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ,
So next one ആണ് importance of measuring patient satisfaction. Patient satisfaction measure ചെയ്യുന്നതിന്റെ importance അല്ലെങ്കിൽ പ്രാധാന്യമാണ് പറയുന്നത് കേട്ടോ. Patient satisfaction is an important scale to measure overall health care quality. ഒരു ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ സംതൃപ്തി നോക്കിയാൽ നമുക്ക് ആ ഒരു ആരോഗ്യ പരിചരണം നൽകുന്ന ആ സ്ഥാപനത്തിൽ എത്രത്തോളം നല്ല രീതിയിൽ മൊത്തത്തിലുള്ള അവരുടെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി എത്രത്തോളമാണെന്ന് മെഷർ ചെയ്യാനും അതിനനുസരിച്ച് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. It is an invaluable tool to catch patient feedback without much effort. അല്ലെ, നമുക്ക് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എളുപ്പത്തിൽ അധികം എഫേർട്ടോ കാര്യങ്ങളോ എടുക്കാതെ തന്നെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് 5 reasons why you should measure patient satisfaction. 5 കാരണങ്ങളാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ 5 കാരണങ്ങൾ കൊണ്ടാണ്, സാധാരണ പ്രധാനപ്പെട്ട ഒരു 5 റീസൺസ് ആണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ 5 റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങൾ. ഫസ്റ്റ് വൺ ആണ് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ബോക്സ് ക്ലിയർ ആയിരിക്കില്ല, അത് നമ്മൾ ഓരോന്നായിട്ട് ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ക്ലിയർ അല്ലെങ്കിലും മിസ് ഓരോന്ന് പറയുമ്പോ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. അതായത് ഒരു ഉയർന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള രോഗീ പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി. രണ്ടാമത്തത് ടു മെഷർ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടി. മൂന്നാമത്തത് ടു നോ ആംഗ്രി ആൻഡ് വിഫ്ഡ് പേഷ്യൻസ്. അതായത് ദേഷ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യമോ ക്ഷുഭിതരായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അലോസരപ്പെടുന്നതായിട്ടുള്ള പേഷ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അഞ്ചാമത്തത് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. പേഷ്യൻസിന്റെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. അടുത്തതാണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്ന ആ ഒരു റേറ്റ്, ഈ പേഷ്യൻസിനെ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. ഈ 5 നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഓരോ പേഷ്യൻസിന് നല്ലൊരു ടോപ്പ് ടയർ എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള രോഗീ പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ നോക്കിയേ, മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഒന്നും കണ്ടാട്ടില്ല, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കിട്ടാവുന്ന കാര്യങ്ങളുള്ള. മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ help the hospital ascertain the areas of improvement and centers on to provide better patient care services. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നതിലൂടെ അത് എന്തിനെ സഹായിക്കുന്നുണ്ട്? ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുന്ന മേഖലകളിൽ ഏതൊക്കെ മേഖലകളിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം, അല്ലെ? മെച്ചപ്പെടുത്തൽ നടത്തേണ്ട ഏരിയാസിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ? പറ്റോ? കാരണം ഏതൊക്കെ ഏരിയാസിലാണ് അവർ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നോക്കിയാൽ മതി, അല്ലെ? സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആ ഏരിയാസിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അങ്ങനെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഏരിയാസില് പേഷ്യൻസിന് ഏതൊക്കെ സർവീസ് കൊടുക്കുന്ന ഏതൊക്കെ ഏരിയാസില് ഇംപ്രൂവ്മെന്റ് വരുത്തണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് സെന്റേഴ്സ് ഓൺ ടു പ്രൊവൈഡ് ബെറ്റർ പേഷ്യന്റ് കെയർ സർവീസസ്. അപ്പൊ ഇങ്ങനെ ആ ഓരോ ഏരിയാസും മനസ്സിലാക്കി കൃത്യമായിട്ട് മെഷേഴ്സ് സ്വീകരിച്ച് കൃത്യമായി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല മികച്ച പേഷ്യന്റ് കെയർ സർവീസുകൾ രോഗീ പരിചരണ സേവനങ്ങൾ നൽകാൻ സാധിക്കുന്നു. അത് ക്ലിയർ അല്ലേ? So achieving a high level of satisfaction is directly depend on the high quality patient care services given by the team of specialized doctors and hospital staff. അപ്പൊ നമ്മളൊരു ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്കൊരു ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി, ഒരു ഉയർന്ന നിലയിലുള്ള ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ അത് എന്തിലൂടെയാണ് കിട്ടുന്നത്? നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പേഷ്യന്റ് കെയർ സർവീസ് തരുമ്പോഴല്ലേ, അല്ലേ? ആണോ? നമുക്കൊരു ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഉയർന്ന സംതൃപ്തി കിട്ടണമെങ്കിൽ എന്തിലൂടെ കിട്ടും?
നമ്മൾ ആ പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കിട്ടുമ്പോഴാണ്. ആരിൽ നിന്നൊക്കെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൽ നിന്നും നല്ല സർവീസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഒരു ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? So the entire staff must consider the patients with warmness from the receptionist who arranges the appointment, doctors providing the right treatment, to the nurse taking vital signs vital signs of the patient. ഇവിടെ നമുക്കൊരു, അതായത് പൂർണ്ണമായിട്ട് ഇതൊരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് മുതൽ അവിടെ നിന്ന് തിരികെ പോരുന്നത് വരെ നമുക്ക് നല്ല പരിചരണങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്കൊരു ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലേ? നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അപ്പൊ അവിടെ ആ റിസപ്ഷനിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അവര് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഇഷ്ടാവും, അല്ലേ? ഇഷ്ടാവോ? നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ? അപ്പൊ അവര് സ്നേഹപൂർവ്വം നമ്മളെ സ്വാഗതം ചെയ്യുന്നു, നമുക്ക് ആവശ്യമായ അപ്പോയിന്റ്മെന്റുകൾ അറേഞ്ച് ചെയ്ത് തരുന്നു. അതുപോലെ ഡോക്ടേഴ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ശരിയായ ഒരു ട്രീറ്റ്മെന്റ് തരുന്നു. നഴ്സസ് നമ്മുടെ വൈറ്റൽ ആയിട്ടുള്ള സയൻസും കാര്യങ്ങളും പ്രധാനപ്പെട്ട നമ്മുടെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിചരണം തരുമ്പോഴാണ് നമ്മൾ ഹൈ ലെവൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ശരിയല്ലേ? ആണോ? ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ക്ലിയർ അല്ലേ ഇത്? എപ്പോഴും ഒരു ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഉയർന്ന ക്വാളിറ്റിയിലുള്ള പരിചരണം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടണം, അല്ലെ? അതിപ്പോ നമ്മൾ ചെല്ലുന്ന സമയം റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് മുതൽ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്നത് വരെയും ഏതൊക്കെ സ്റ്റാഫുകൾ നമ്മളെ മീറ്റ് ചെയ്യുന്നുണ്ടോ അവരിൽ നിന്നെല്ലാം നമുക്ക് അതേ നിലവാരത്തിലുള്ള പരിചരണം കിട്ടുമ്പോഴാണ് നമ്മൾ ഉയർന്ന നിലവാരത്തിലുള്ള സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സംതൃപ്തരായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയി മാറുന്നത്. ഓക്കെ അല്ലേ ഇത്? ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞത് തന്നെയൊക്കെ നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ് മിസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി വാട്ട് ഹോസ്പിറ്റൽ ഡു ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്? പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പരിചരണ സേവനങ്ങൾ മികച്ചതാക്കാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ഡെപ്ത്. കൃത്യമായ സമയത്ത് എന്ത് ചെയ്യുക? രോഗികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രോഗനിർണയം നടത്തുകയും ശരിയായ രീതിയിൽ രോഗനിർണയ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ ശരിയായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗനിർണയം നടത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് അസിസ്റ്റ് ടു ഫിസിഷ്യൻ. ഫിസിഷ്യൻസിന്റെ അടുത്തേക്കുള്ള പ്രവേശനം കുറച്ചുകൂടി എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. പെട്ടെന്ന് തന്നെ അവർക്ക് ഡോക്ടേഴ്സിനെ കാണാനും ട്രീറ്റ്മെന്റുകൾ ആരായാനുള്ള അവസരങ്ങൾ കൊടുക്കുക. മൂന്നാമത്തത്, റെക്കമെൻഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുക? ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ശുപാർശ ചെയ്യുക. നാലാമത്തത്, ഓഫർ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്ന് വെച്ചാൽ എന്താ? ചിലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികൾ അവർക്ക് വാഗ്ദാനം ചെയ്യുക. Then അഞ്ചാമത്തത്, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും അവർക്ക് നല്ല ഗുണനിലവാരമുള്ള തുടർ പരിചരണങ്ങള് കൊടുക്കുക. ഈ ഒരു 5 പോയിന്റ് ആണ് പേഷ്യന്റ് കെയർ സർവീസസ് മികച്ചതാക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. എന്താണ്? അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ സമയത്ത് കൃത്യമായ രോഗനിർണയ മാർഗങ്ങൾ ഉപയോഗിച്ച് രോഗനിർണയം നടത്തുക. രണ്ടാമത്തത്, ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള ആ ഒരു പ്രവേശനം എളുപ്പമാക്കുക. മൂന്നാമത്തത്, ശരിയായ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ശരിയായ ചികിത്സ അവർക്ക് ശുപാർശ ചെയ്യുക. നാലാമത്തത്, ചിലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ പദ്ധതികൾ അവർക്ക് വാഗ്ദാനം ചെയ്യുക. അഞ്ചാമത്തത്, പോസ്റ്റ് ഡിസ്ചാർജിന് ശേഷവും അവർക്ക് നല്ല ഗുണനിലവാരമുള്ള പരിചരണങ്ങളും കെയറുകളും നൽകുക. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ആ ഒരു പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. മിസ്സിന്റെ ഇതിൽ കാണുന്നില്ലെങ്കിൽ, സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കണേ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റർഡ് കെയർ. രോഗിയെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിചരണം മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് നടപ്പിലാക്കേണ്ട സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് താഴെ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ. ഫസ്റ്റ് വൺ, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. രോഗങ്ങൾ കൃത്യസമയത്ത് രോഗനിർണയം നടത്തുക.
രോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് ചില നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഒരുപാട് ദിവസം എടുത്താണ് അവർ രോഗം കണ്ടുപിടിക്കുക അല്ലെ. ആ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാറില്ലേ ഉണ്ടോ? സോ അത്തരത്തിൽ ഒരുപാട് സമയമൊന്നും അവരെ ബുദ്ധിമുട്ടിക്കാതെ വളരെ കൃത്യമായിട്ട് തന്നെ കൃത്യമായ രോഗനിർണയ മാർഗങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കൃത്യമായ സമയത്ത് തന്നെ രോഗനിർണയം നടത്തുക. അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. രണ്ടാമത്തത് ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻ, അതായത് ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുക. അപ്പൊ അവർക്ക് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ എളുപ്പമാക്കുക. അപ്പൊ ഏത് ഡോക്ടറെയാണോ അവർക്ക് കാണേണ്ടത് ആ ഡോക്ടറെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്ത് എളുപ്പത്തിൽ അവർക്ക് അവിടേക്ക് കാണാനും ഡോക്ടർ സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകുക. മൂന്നാമത്തത് പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ, നല്ലൊരു ചെലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികളോ നല്ലൊരു ഗുണനിലവാരവുമുള്ള ഒരു പരിചരണവും അവർക്ക് നൽകുക. നാലാമത്തത് ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്, വളരെ ഒരു വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് ആരുടെ ഭാഗത്തുനിന്ന് പേഷ്യൻസിന് കൊടുക്കണം എന്നാ പറയുന്നേ? ആര് കൊടുക്കണം എന്നാ പറയുന്നത്? ഫാമിലിയാണോ? അല്ല, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ കൊടുക്കണം എന്ന കാര്യമായിട്ടാ പറയുന്നത്. ഒരു ലവ് ആൻഡ് സപ്പോർട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ രോഗാവസ്ഥകൾ മനസ്സിലാക്കി ഒരു വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് അവർക്ക് നൽകുക അല്ലെ. ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ നഴ്സസിന്റെ ഒക്കെ പെരുമാറ്റം നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അല്ലെ. അവര് നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? അവിടുന്ന് പോരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അവര് എന്താ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക്. അതുപോലെ വളരെ ലവ് ആൻഡ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പേഷ്യൻസിനോട് പെരുമാറുക. അഞ്ചാമത്തത് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്, ആവശ്യമില്ലാത്ത രീതിയിൽ ഫോളോ അപ്പോ സന്ദർശനങ്ങളോ ഒന്നും അവർക്ക് നൽകണ്ട. ആവശ്യമുള്ള മാത്രം ഒരുപാട് അവരെ അങ്ങനെ വരുത്തി ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യരുത്. ആവശ്യമുള്ള ഫോളോ അപ്പുകൾ മാത്രം സന്ദർശനങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നൽകുക. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകളോ വിസിറ്റുകളോ ഒക്കെ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പൊ ഇതൊരു 5 സ്ട്രാറ്റജിയാണ്. അപ്പൊ 5 തന്ത്രങ്ങളാണ് എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റ് സെന്റേർഡ് കെയർ, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ്. ഒന്നാമത്തത് വളരെ കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുക. രണ്ടാമത്തത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള അവരുടെ പ്രവേശനം എളുപ്പമാക്കുക. മൂന്നാമത്തത് വളരെ എഫക്റ്റീവാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, ചെലവ് കുറഞ്ഞ ചികിത്സാ പദ്ധതികളോ നല്ല ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യൻസിന് നൽകുക. അതുപോലെ അവർക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആൻഡ് സപ്പോർട്ട് നൽകുക. അഞ്ചാമത്തത് അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പുകളും വിസിറ്റുകളും മറ്റ് സന്ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റില് ക്ലിയർ അല്ലേ? അപ്പൊ മിസ് പറയുന്ന സമയത്ത് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഒന്നുകൂടി മിസ് ഒന്ന് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ മിസ് പറയുന്ന സമയത്ത് ക്ലിയർ അല്ലെങ്കിൽ മിസ് വായിക്കുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സൂമാക്കി നോക്കി. ഓക്കെ, ശരി. ഓക്കെ അല്ലേ? ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. റീസൺ അല്ലേ? ഫസ്റ്റ് റീസൺ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസും പറഞ്ഞു. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ് ആണ് പറഞ്ഞത്. ഈ ഭാഗം വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഭാഗമാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എളുപ്പമല്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറയുന്നേ? എന്താണ് ദിവ്യ ചോദിച്ചേ? ദിവ്യ ഏതാണ് ചോദിച്ചത്? മിസ്സിന് മനസ്സിലായില്ലല്ലോ. ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞോ? ഇൻക്രീസ് അസസ് ടു ഫിസിഷ്യൻസ്,
അതായത് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ കാര്യങ്ങൾ. അപ്പൊ അവിടേക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കുള്ള അവരുടെ പ്രവേശനം കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ, ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒന്നും കൊടുക്കാതെ അവർക്ക് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ലഭ്യമാക്കി അവർക്ക് അവിടേക്ക് ഡോക്ടേഴ്സിനെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. നോക്കിയേ, ഇറ്റ് ഈസ് നെസസറി ടു കീപ് എ pulse on the hospital staff performance at regular intervals. അപ്പൊ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, വിലയിരുത്തൽ നടത്താറുണ്ട് അല്ലെ. ഹോസ്പിറ്റലുകാർ ചെയ്യുന്ന കാര്യമാണ്. റെഗുലർ ആയിട്ടുള്ള പതിവായ ഇടവേളകളിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് ശരിയായ രീതിയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ വിലയിരുത്തൽ നടത്തുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹാപ്പി സ്റ്റാഫ് വിൽ ഗീവ് ബെറ്റർ പേഷ്യന്റ് കെയർ. എപ്പോഴും നമുക്ക് സന്തോഷമുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ, ശരിയല്ലേ? നമുക്ക് സന്തോഷമുണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റും അവർക്ക്, അല്ലെ? നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് നമ്മളെങ്കിൽ നമുക്ക് നല്ലൊരു പരിചരണം നമ്മുടെ മുൻപിൽ വരുന്ന പേഷ്യൻസിനും നൽകാൻ സാധിക്കും, അല്ലെ? ആൻഡ് ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വിസിറ്റ്, there is a possibility that patient will choose for services from another provider. അപ്പൊ വരുന്ന പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ലാതെയാണ് തിരിച്ചു പോകുന്നത്. അവർക്ക് ആ ഒരു സന്ദർശനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ഹോസ്പിറ്റലിൽ സന്ദർശിച്ചു, നമുക്ക് ആ ഒരു വിസിറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ബിഹേവിയർ ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യോ? വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനല്ലേ നോക്കുള്ളൂ, അല്ലെ? നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അവരങ്ങനെയാണ് നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ അങ്ങനെയാണത്, അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം, അല്ലെ? നമ്മുടെ അടുത്ത ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ എപ്പോഴും, അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വിസിറ്റ്, അവർ സന്ദർശിക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ there is a possibility, ഒരു സാധ്യതയുണ്ട്. എന്ത് സാധ്യതയാ? പേഷ്യൻസ് വിൽ ചൂസ് ഫോർ സർവീസസ് ഫ്രം അനദർ പ്രൊവൈഡർ. ഇതുപോലെ ഹെൽത്ത് കെയർ കൊടുക്കുന്ന മറ്റൊരു ഹോസ്പിറ്റലിനെ ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്, അല്ലെ? സോ therefore it is necessary to listen to the patient. അപ്പൊ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺസിഡർ ചെയ്യുന്ന കാര്യം, വരുന്ന പേഷ്യൻസിനെ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കൃത്യമായിട്ട് ലിസൺ ചെയ്യുക, കേൾക്കുകയും ആൻഡ് വിച്ച് വിൽ മേക്ക് ദം ഫീൽ സ്ട്രെങ്തൻ. നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒരു സ്ട്രെങ്ത് കിട്ടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കൊണ്ട് നമ്മളോട് വന്ന് ചോദിക്കാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെ? നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ആയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സിംറ്റംസ് ആയി തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അവിടുത്തെ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അത്തരം രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നതെങ്കിൽ ഒരു ഡോക്ടറോട് നമുക്ക് എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു ഡോക്ടർ ചോദിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറയും, നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ കാണാം എന്നൊരു ധൈര്യം നമുക്കൊരു ധൈര്യം കിട്ടുകയല്ലേ ഇപ്പൊ, അല്ലെ? ഓ, ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് എനിക്കൊരു പരിഹാരം കിട്ടും എന്തൊരു ധൈര്യം, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുക, അല്ലെ? ആ ഒരു രീതിയിലുള്ള ഒരു ഫീൽ അല്ലേ നമുക്ക് കിട്ടുന്നത്, ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് അവരുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ് നല്ല രീതിയിൽ പേഷ്യൻസിനോട് പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത്. അതിലൂടെ അവരെ എപ്പോഴും എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രമിക്കുകയും അതിലൂടെ പേഷ്യൻസിന് ഒരു എന്ത് ഫീലിങ്സ് വരുത്തുക, അവർ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് വരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത്, വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്. അപ്പൊ സ്റ്റാഫുകളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ അവിടെ സ്റ്റാഫുകൾ പെർഫോം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ?
ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫുകളാണ്. അതിൽ ഡോക്ടേഴ്സും നഴ്സും എല്ലാവരും ഉൾപ്പെടും കേട്ടോ. അപ്പൊ അത്തരം സ്റ്റാഫുകള് നല്ല രീതിയിൽ കൈകാര്യം അവര് പേഷ്യൻസിനെ ചെയ്യണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണ്ടേ, വേണ്ടേ? അവിടെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റോ കാര്യങ്ങളോ ഇല്ല. അവരെപ്പോഴും പ്രഷറൈസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, അവർക്ക് എപ്പോഴും ടെൻഷൻ ആണ്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നമ്മളെ ഹാപ്പി ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പി ആക്കാൻ പറ്റും എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പൊ അവിടുത്തെ പേഷ്യൻസ് ഹാപ്പി ആവണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ ആദ്യം ഹാപ്പി ആക്കണം, ശരിയല്ലേ? സ്റ്റാഫുകളെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുവന്നാൽ അവരതുപോലെ വരുന്ന പേഷ്യൻസിനെയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകും, അല്ലെ? അപ്പൊ അതിനുവേണ്ടി പേഷ്യൻസിന്റെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പൊ സ്റ്റാഫുകളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്, അല്ലെ? വളരെ നല്ല രീതിയിൽ വർക്കബിൾ ആയിട്ടുള്ള, അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാവുന്ന, നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സ്റ്റാഫുകൾക്ക് അവിടെ ഒരുക്കി നൽകുക. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ജോലി ചെയ്യാവുന്ന ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഒരുക്കി നൽകുക. രണ്ടാമത്തത്, എൻഷുവർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റി. ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു ധാരണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത്, കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുക മാത്രമല്ല വേണ്ടേ, അല്ലെ? അവിടുത്തെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരെ എംപ്ലോയീസ് ആ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളിൽ, അവർക്ക് നൽകുന്ന ഫെസിലിറ്റികളിൽ എത്രത്തോളം അവർ സംതൃപ്തരാണ് എന്നുകൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതിനുവേണ്ടിയുള്ള ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. നാലാമത്തത്, മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അപ്പൊ അധികം നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത ആളുകളുണ്ട്, പ്രകടനം കുറവ് കാഴ്ചവെക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ പ്രചോദനങ്ങൾ കൊടുത്ത് എൻഹാൻസ് ദെയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് മികച്ചതാക്കി കൊണ്ടുവരിക. ദെൻ അഞ്ചാമത്തതാണ്, റിവാർഡ്സ് ബെസ്റ്റ് പെർഫോമൻസ്. നന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകളും പ്രതിഫലങ്ങളും കൊടുക്കുക. അപ്പോ വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡ്യൂ ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? സ്റ്റാഫുകളുടെ പ്രകടനങ്ങൾ മികച്ചതാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത്, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യാവുന്ന, നല്ല സൗഹൃദപരമായ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അവർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത്, ഹോസ്പിറ്റലിലെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട അവരുടെ എംപ്ലോയീസിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. നാലാമത്തത്, നോൺ പെർഫോമൻസ്, നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാത്തവർക്ക് കൃത്യമായ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകി നല്ല പെർഫോമൻസിലേക്ക് അവരെ കൊണ്ടുവരിക. അതുപോലെ അഞ്ചാമത്തത്, റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്ക് റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങളും നൽകുക. ക്ലിയർ അല്ലേ ഇത്? ഇനി ലാസ്റ്റ് വണ്ണാണ്, ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ആ ഒരു ഉത്പാദനക്ഷമത അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട പെർഫോമൻസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ്, ക്ലിയർ അല്ലാത്തവർ മിസ് പറയുന്ന സമയത്ത് ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു തൊഴിൽ അന്തരീക്ഷം മികച്ചതാക്കി മാറ്റുക. രണ്ടാമത്തത്, ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. ആ സ്റ്റാഫ് മെമ്പേഴ്സിനോടൊക്കെ വളരെ റെസ്പെക്റ്റോട് കൂടി, അല്ലെ, ഒരു ബഹുമാനത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യുക. മൂന്നാമത്തത്, പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തി അവർക്ക് പതിവായിട്ട് അവർക്ക് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുള്ള ഫീഡ്ബാക്കുകൾ നൽകുക.
നാലാമത്തത് ബി എംപതിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റാത്ത ആളുകളോട് ദേഷ്യപ്പെടുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. അഞ്ചാമത്തത് അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ അവരുടെ പെർഫോമൻസ് എത്രത്തോളമാണെന്ന് അംഗീകരിക്കുകയും അവർക്ക് അതിനുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യുക. അപ്പോ എന്തൊക്കെ സ്ട്രാറ്റജിയാണ്? 5 സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടിയുള്ള 5 തന്ത്രങ്ങൾ. ഒന്നാമത്തത് ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. അവരുടെ ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷം മികച്ചതാക്കുക. രണ്ടാമത് ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനെയും വളരെ റെസ്പെക്റ്റോടുകൂടി അല്ലെങ്കിൽ ബഹുമാനത്തോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യുക. മൂന്നാമത്തത് പതിവായിട്ട് ഇവാലുവേഷൻസ് നടത്തി അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് പതിവായി ഫീഡ്ബാക്കുകൾ അവർക്ക് നൽകുക. നാലാമത്തത് എംപതിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. പെർഫോമൻസ് അധികം കാഴ്ചവെക്കാത്ത ആളുകളോട് സഹാനുഭൂതിയോടുകൂടി അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദനങ്ങൾ അവർക്ക് നൽകുക. ദെൻ അഞ്ചാമത്തത് അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുകയും അവർക്ക് ആവശ്യമായ റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സ്റ്റാഫിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ് കേട്ടോ മിസ്. തേർഡ് വൺ ആണ് ടു നോ മിസ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യന്റ്. അതായത് ഇപ്പോ ദേഷ്യപ്പെടുന്ന, ക്ഷുഭിതരായിട്ടുള്ള അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്നതിന്റെ പേഷ്യൻസിനെ അറിയുന്നതിന് വേണ്ടി. For every hospital meet a situation where they should deal with angry patients. അല്ലെ, ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും മീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ, ആംഗ്രി പേഷ്യൻസിനെ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്ഷുഭിതരായിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അല്ലെ. പല സിറ്റുവേഷൻസിനും അത്തരത്തിലുള്ള പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇറ്റ്സ് എ ചലഞ്ചിങ് ടാസ്ക് to cope with such patients and especially when they exhibit their frustration on hospital. നമ്മൾ കണ്ടിട്ടില്ലേ ചില പേഷ്യൻസ് ഒക്കെ ഭയങ്കര ദേഷ്യപ്പെടുന്നത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട്? കണ്ടിട്ടില്ലേ നിങ്ങള്? ചില സമയങ്ങളിൽ നമ്മൾക്കും ദേഷ്യപ്പെടാനൊക്കെ തോന്നാറുണ്ട് അല്ലെ. പല കാരണമോ റീസൺസ് പലതായിക്കോട്ടെ ഇല്ലേ, തോന്നാറില്ലേ? നമ്മൾ ദേഷ്യപ്പെടാറില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. സോ അത്തരം സിറ്റുവേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ചലഞ്ചിങ് ടാസ്ക് ആണെന്ന് പറയുന്നത്. കാരണം അത്തരം പേഷ്യൻസിനെ എന്ത് ചെയ്യുക, നേരിടുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞൊരു ജോലിയാണ്. സോ അത്തരം പേഷ്യൻസ്, കാരണം പ്രത്യേകിച്ച് സംസാരിക്കുക മാത്രമല്ല, അവർക്ക് ദേഷ്യമുണ്ടെങ്കിലും ചില ആളുകൾ അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിരാശകളൊക്കെ വല്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കും അല്ലേ. അവർ ചിലപ്പോ പലതും നശിപ്പിക്കാൻ പോകുന്നത് പോലെ കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശുഭതരായിട്ട് ഒച്ചെടുക്കുകയോ അല്ലെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. സോ അത്തരത്തില്
പ്രത്യേകിച്ച് ഇത്രയും എക്സ്പ്രഷൻസ്, അത് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ നേരിടുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന് നേരിടുന്ന ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ചുമതലയാണ്. സോ പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. അല്ലെ, ഒരു പേഷ്യന്റ് അപ്സെറ്റ് ആവാൻ അല്ലെങ്കിൽ അസ്വസ്ഥരാവാൻ പല കാരണങ്ങളില്ലേ? നമുക്കാണെങ്കിലും പല റീസൺസ് ആയിട്ടല്ലേ നമ്മള് അത്രയും ബുദ്ധിമുട്ടും നമുക്ക് അപ്സെറ്റ് ആവുന്നത് അല്ലേ? പല റീസൺസ് ഉണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്, നമുക്ക് ദേഷ്യം വരാറില്ലേ? ഒരുപാട് സമയം നമുക്ക് അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടി ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ, ഡിലേ വരുത്താണെങ്കിൽ നമുക്ക് ദേഷ്യം വരാറുണ്ടോ? നിങ്ങൾക്ക് ആർക്കും ദേഷ്യം വരാറുണ്ടോ? ലോങ് പേഷ്യന്റ് വെയിറ്റ്, ഒരുപാട് സമയം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിലോ അപ്പൊ ദേഷ്യം വരാറുണ്ടോ? ഒരുപാട് നമ്മൾ എപ്പോഴും ചോദിക്കൂല ആയോ ആയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? അതുപോലെ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, തെറ്റായ രോഗനിർണയം നടത്തി തെറ്റായ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുമോ? അപ്സെറ്റ് ആവോ? ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, നല്ല ക്വാളിറ്റി ഉള്ള പരിചരണം നമുക്ക് തരുന്നില്ല, നല്ല ഗുണനിലവാരമില്ലാത്ത രീതിയിലുള്ള ഒരു പരിചരണം കെയർ ഒക്കെയാണ് തരുന്നത് എങ്കിൽ അപ്പോഴും നമുക്ക് ദേഷ്യം വരില്ലേ? ഹോസ്പിറ്റലിനോടോ അവിടുത്തെ സ്റ്റാഫുകളോടോ ദേഷ്യം വരോ? ഇത് മാത്രമല്ല കേട്ടോ, അതിൽ കൂടുതൽ ഒരുപാട് റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളുണ്ട്. സോ ഇത്തരം കാരണങ്ങളാൽ ഒരു പേഷ്യന്റ് അപ്സെറ്റ് ആകുമ്പോ സ്വാഭാവികമായിട്ടും അത്തരം പേഷ്യൻസ് ചിലപ്പോ അവരുടെ ഫ്രസ്ട്രേഷൻസ് അവർ പ്രകടിപ്പിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നേരിടുക എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റല് നേരിടുന്ന ഒരു ചലഞ്ചിങ് ടാസ്ക് തന്നെയാണ്. And if hospital don't address their issues, they might even face legal threats from patients. ഇപ്പൊ ഹോസ്പിറ്റല് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരത് എന്ത് ചെയ്യുന്നില്ല, മാനിക്കുന്നില്ല, അവരത് അവഗണിച്ചു വിടാണ്. ഹോസ്പിറ്റല് അത് അവഗണിക്കുകയാണ്, അത്തരം ഇഷ്യൂസ് ഒക്കെ അവഗണിച്ചു വിടുന്നു. അങ്ങനെ അവഗണിച്ചു വിട്ടാൽ പേഷ്യൻസിൽ നിന്നും ഹോസ്പിറ്റലിനെതിരെ നിയമപരമായ പല നടപടികളും വരില്ലേ? വരുമോ? പേഷ്യൻസ് എന്ത് ചെയ്യാം? നിയമപരമായ രീതിയിൽ നേരിടാൻ തുടങ്ങും അല്ലെ? ശരിയല്ലേ? ഇപ്പൊ ഒരുപാട് കേസുകൾ ഹോസ്പിറ്റലിനെതിരെ വരുന്നത് എന്തുകൊണ്ടാണ്? പല ഇഷ്യൂസും ഹോസ്പിറ്റലുകളെ അവഗണിച്ചു വിടുന്നത് അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ? സോ ഹോസ്പിറ്റൽ ക്യാൻ ഡിസ്റിഗാർഡ് സച്ച് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഹോസ്പിറ്റല് രോഗികളെ എന്ത് ചെയ്യാൻ പറയാം, രോഗികൾ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ എന്താണ്, ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ്. ഇത്തരത്തിൽ വരുന്ന പേഷ്യൻസിനെ എങ്ങനെ നേരിടണമെന്ന് പഠിക്കുകയാണ് വേണ്ടത്. ശരിയല്ലേ? എങ്ങനെ നേരിടണമെന്ന് പഠിക്കുകയല്ലേ വേണ്ടേ? അല്ലാതെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ അവഗണിക്കരുത് എന്നല്ലേ പറയുന്നേ അല്ലെ? അവഗണിച്ചാൽ നമുക്ക് ഒരുപാട് നിയമപരമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് വരും അല്ലെ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാൽ അത്തരം പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുകയാണ് വേണ്ടത്. ആസ് എ കെയർ പ്രൊവൈഡർ, ഒരു പരിചരണം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഹോസ്പിറ്റൽ നീഡ് ടു റിയലൈസ് ദ വാർണിംഗ് സൈൻസ് ആൻഡ് കൺട്രോൾ ദ സിറ്റുവേഷൻ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് വേഴ്സൺ. എന്താണ് എപ്പോഴും ഒരു ഹോസ്പിറ്റല് മനസ്സിലാക്കേണ്ട കാര്യം? റിയലൈസ് വാർണിംഗ് സൈൻസ്, അതായത് ഈ ഒരു സിറ്റുവേഷൻ അപകടത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ അത് വഷളാവാതിരിക്കാനായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് ഉപയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അതിന് ഒരു മുന്നറിയിപ്പാണ്, അതായത് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം എന്ന ആ ഒരു മുന്നറിയിപ്പ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഈ ഒരു സിറ്റുവേഷനെ നിയന്ത്രിച്ച് നമ്മുടെ ആ ഒരു കൺട്രോളിൽ നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അല്ലാതെ ഇത് വളരെ വഷളായി മുന്നോട്ട് പോവാനായിട്ട് അനുവദിക്കുകയാണോ വേണ്ടത്? അല്ല അല്ലെ? I need to create best practices and follow them to handle angry patients. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസ് വന്നാൽ അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ്, മികച്ച രീതികള് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുന്നതിലൂടെയും ഇത്തരത്തിലുള്ള ആംഗ്രി പേഷ്യൻസിനെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും അത്തരം സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജി ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങൾ. ഫസ്റ്റ് വൺ ആണ് അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ്സ് കാമലി. ആദ്യം തന്നെ അവരോട് ദേഷ്യപ്പെടുമെന്നല്ല, അവര് ദേഷ്യപ്പെടുന്നുണ്ടാവും, പക്ഷെ തിരിച്ച് നമ്മൾ ദേഷ്യപ്പെടരുത്. എന്താ ചെയ്യേണ്ടേ? നമ്മൾ അവരോട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ അംഗീകരിക്കുക. അതിനുശേഷം
അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, കംപ്ലൈൻസ് എന്താന്ന് വളരെ ശാന്തമായിട്ട് കേൾക്കുക. രണ്ടാമത്തത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അവരുടെ പ്രശ്നത്തിന്റെ ആ ഒരു മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ രണ്ട് സ്ട്രാറ്റജി. ഒന്നാമത്തത് പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുക, അല്ലാതെ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും മിസ്റ്റേക്ക് അല്ല അങ്ങനെയൊന്നും പറയരുത്. അത് അവരുടെ പറയുന്ന കംപ്ലൈന്റ് അംഗീകരിക്കുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് ശാന്തമായിട്ട് അവരിൽ നിന്ന് അത് കേൾക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് അവരുടെ ആ ഒരു പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ്, മൂല കാരണം എന്താണ്, ആ പ്രോബ്ലം ഉണ്ടാവാനുള്ള മൂല കാരണം എന്താണ് അത് മനസ്സിലാക്കുക. മൂന്നാമത്തത് അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അവരോട് തർക്കിക്കുകയോ അല്ലെങ്കിൽ അവരോട് പ്രതിരോധിക്കുകയോ അല്ല ചെയ്യേണ്ടത്, ഡിഫെൻസീവ് ആയിട്ട് പെരുമാറല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരോട് ഒരു എംപതി, ഒരു സഹാനുഭൂതിയോടുകൂടി അവരോട് പ്രതികരിക്കുക. ക്ലിയർ അല്ലേ ഇത്? നാലാമത്തത് മേക്ക് ദ പേഷ്യന്റ് ഫീൽ ദാറ്റ് കൺസേൺ ആർ ടേക്കൺ സീരിയസ്ലി. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്ത് ഫീൽ ചെയ്യിപ്പിക്കണം, അവരുടെ ഈ പറയുന്ന പ്രശ്നങ്ങളും ആശങ്കകളും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവിടുത്തെ സ്റ്റാഫുകള് എടുക്കുന്നത് എന്നൊരു ഫീൽ അവർക്ക് വരുത്തണം. അഞ്ചാമത്തത് അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവരോട് ക്ഷമ ചോദിക്കുക. സോറി, ഞങ്ങളുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എന്ത് ചെയ്യാം, ഉടനെ തന്നെ നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ പെട്ടെന്ന് തന്നെ പറ്റാവുന്ന രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ നടത്തുകയും എന്ത് ചെയ്യാം, നേടുകയും ചെയ്യുക. ആറാമത്തത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇവരോട് വ്യക്തമായിട്ട് പറയണം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരാൻ പറ്റുന്നത്, അത് ഞങ്ങൾ ചെയ്തു തരാം എന്ന രീതിയിൽ ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് വ്യക്തമായിട്ട് അവരുടെ ആശയവിനിമയം നടത്തിയിരിക്കണം. ഈ ആ 6 സ്റ്റെപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ്. ഒന്നാമത്തത് അവരെ ആ ഒരു പ്രോബ്ലം അംഗീകരിക്കുകയും അവരോട് വളരെ ശാന്തരായിട്ട് അവരെ കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. രണ്ടാമത് അവരുടെ പ്രോബ്ലത്തിന്റെ മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത് അവരോട് ഒരിക്കലും ഡിഫെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ട് അല്ലെങ്കിൽ എതിരെ നിന്ന് പറയുകയല്ല ചെയ്യുന്നത്, അവരോട് സഹാനുഭൂതിയോടുകൂടി അവരോട് റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രതികരിക്കുക. നാലാമത്തത് മേക്ക് പേഷ്യൻസ് ഫീൽ, അവര് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് അതിൽ വരുത്തുക. അഞ്ചാമത്തത് അവരോട് ക്ഷമ ചോദിക്കുകയും അവരുടെ സിറ്റുവേഷനെ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ആവശ്യമായ ഉടനടിയുള്ള നടപടികളും സ്വീകരിക്കുക. ആറാമത്തതിൽ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നമുക്ക് ഈ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് വ്യക്തമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാത്ത. ഓക്കെ, ശരി. ലാസ്റ്റ് ഭാഗം കൂടി നോക്കാം കേട്ടോ. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് ഹോസ്പിറ്റൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ചെയ്യേണ്ട കാര്യമാണ്. എന്ത് ചെയ്യാം, ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക, അല്ലെ, ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് വളരെ ശാന്തമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക. ശരിയല്ലേ? അല്ലാതെ തിരിച്ച് അവരോട് ഞങ്ങൾ ചെയ്ത പ്രശ്നം അല്ലാതെ തിരിച്ച് അവരോട് ദേഷ്യപ്പെടാണോ വേണ്ടേ? അല്ല, വളരെ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വളരെ ശാന്തമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക. രണ്ടാമത്തത് ഗ്യാദർ ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ പേഷ്യന്റ് ഡിസീസ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ടു ദം. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസിന്റെ രോഗം എന്താണ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. മൂന്നാമത്തത് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് പേഷ്യന്റ് ടു ഡിറ്റക്ട് എന്നാണ് കേട്ടോ, ടു ഡിറ്റക്ട് റീസൺസ് ബിഹൈൻഡ് ദെയർ ഔട്ട്ബസ്റ്റ്. അവർ ഈ പൊട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ ഈ ദേഷ്യപ്പെടുന്നതിന്റെ ആ ഒരു പിന്നിലുള്ള കാരണം എന്താണെന്ന് വളരെ സമയം എടുത്തുകൊണ്ട് തന്നെ ആ പേഷ്യൻസിൽ നിന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നാലാമത്തത് ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. അവരോട് സഹാനുഭൂതിയോട് പെരുമാറുകയും ആ ഇഷ്യൂസ് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അഞ്ചാമത്തത് അവോയ്ഡ് ഗിവിംഗ് എവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ട്രിക്സ്. അവര് പറയുന്നതിനെതിരായിട്ട് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാതെ പ്രതിരോധിക്കുകയോ ആർഗ്യുമെന്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്, വാദിക്കുകയൊന്നും ചെയ്യാതെ മറിച്ച് അവരോടൊരു എന്താണ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാതെ അവരോടൊരു എമ്പതിയോടുകൂടി അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി ശാന്തമായിട്ടൊക്കെ അവരോട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ലാസ്റ്റ് പോയിന്റ് പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്. അവർ തരുന്ന ക്ലിനിക്കൽ പരമായിട്ട് ചികിത്സാപരമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് ആവാം, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് ആവാം. ഇതെല്ലാം കൃത്യമായിട്ട് വളരെ ലീഗലി തന്നെ നമ്മൾ
കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. കാരണം നിയമപരമായിട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ് ഈ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് ലീഗലി തന്നെ അത് ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ ഇത്രയും ആ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തത് വളരെ ദീർഘനിശ്വാസം എടുത്ത് വളരെ ശാന്തരായിട്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ പേഷ്യൻസിന്റെ രോഗവും അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത ട്രീറ്റ്മെന്റുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തത് വളരെ സമയം എടുത്തുകൊണ്ട് തന്നെ ഇവർ ഈ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അവരോട് വളരെ സഹാനുഭൂതിയോട് പെരുമാറി അവരുടെ ഇഷ്യൂസ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അവരോട് ഒരിക്കലും വാദിക്കുകയോ അല്ലെങ്കിൽ അവരെ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ലാസ്റ്റ് വൺ, അവർ വരുന്ന ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റുകൾ ലീഗലി കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് സംരക്ഷിച്ചു വെക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ഭാഗം. ഓക്കെ, ക്ലിയർ ആണോ അത്? ഫിഫ്ത് പോയിന്റ് ഒന്നുകൂടി പറയാമല്ലോ. avoid giving away to any argument and defend against threats എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ പേഷ്യൻസ് പറയുന്ന ത്രെറ്റുകൾ അല്ലെങ്കിൽ പേഷ്യൻസ് നമുക്കെതിരെ പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും അവരുടെ എതിരായിട്ട് നമ്മൾ വാദിക്കുകയോ അവരോട് ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുമല്ലോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തില്ലേ. അപ്പൊ അത്തരം സമയങ്ങളിൽ അവരോട് എന്ത് ചെയ്യുക? ശാന്തരായിട്ട് തന്നെ സംസാരിക്കല്ല. അത് അവരോട് അതിന് പകരമായിട്ട് വാദിക്കുകയോ അവരോട് ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യരുത്. അത് അവോയ്ഡ് ചെയ്യുക. അതാണോ ചോദിച്ചത്? അത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം കേട്ടോ. താങ്ക് യു.